ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 തട്ട് ഒഴിച്ചിട്ടാണ് ഞാനിത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. Hey guys, welcome to a brand new video. I recently purchased a dress holder for our room, and let's fix that and see how it looks. And it looks like this, big, huge. Let's set up this one by one, and I will make this video in hyperlapse because I'm sure that it will take too long to set up. So let's start. അങ്ങനെ ഞാനിത് സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. കുറേ സമയം എടുത്തോടെ സെറ്റപ്പ് ചെയ്യാൻ, പക്ഷേ ബോറടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ, അതുകൊണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ സ്ക്രൂയും പിന്നെ ഇങ്ങനെ കിട്ടണ സാധനമല്ലേ തിരിച്ച് കിട്ടുമ്പോൾ ഫസ്റ്റ് ഞാൻ അതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ, പക്ഷെ വഴിയെ മനസ്സിലാവും കേട്ടോ എല്ലാ ആവശ്യമുണ്ട്. അവരാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഒരു പേപ്പർ കണ്ടില്ല ഞാൻ വായിച്ചു നോക്കണേ, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നാണ് അതിൽ എഴുതി വച്ചിരിക്കണേ. അതൊരിക്കലും എടുത്ത് മാറ്റരുത്. അത് നോക്കി നോക്കി വേണം നിങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ പേഴ്സണലി. ആദ്യം ഇങ്ങനെ അവർ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഞാൻ അതുപോലെ തന്നെ ചെയ്യണേ. ഈവൻതോ 2 ഓട്ടം ഉണ്ട് ഒരു ഭാഗത്ത്, 1 ഓട്ടമുള്ള ഒരു ഭാഗത്ത്. ഓട്ടമൊന്നും അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഉള്ളിലേക്കാണ് 2 ഓട്ടയും വരണത്. ഞാൻ ഉള്ളിലാണെന്ന് വേണ്ട വിചാരിച്ചിട്ട് പുറത്താക്കിയതാണ്. അത് മണ്ടത്തരായിപ്പോയി. പിന്നെയും ഞാൻ തിരിച്ചഴിച്ച് പിന്നെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ പ്രശ്നം ഉണ്ടായത് എവിടെ അറിയുമോ? ഞാൻ ആ സ്റ്റാൻഡില്ലേ ഇടയ്ക്കുള്ള അത് വയ്ക്കാൻ നോക്കിയപ്പോൾ അതിനാണ് ആ പ്ലാസ്റ്റിക് വയർ കെട്ടണ സാധനം. അതില്ലാണ്ട് അത് വെക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടി വരും. എന്തിനാ ഹെൽപ്പ് ചോദിക്കുന്നത്? സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണേ ഉള്ളൂ. അതിനാണ് അവരെല്ലാം തന്നിരിക്കണേ, ഒരു ആൾക്ക് ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്യാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാൻ കുറേ ഹാങ്ങേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും കൂടെ വരണം ഇനി. എന്നിട്ട് ഞാൻ ഒരു തംബ്നെയിലും കൂടെ ഇടാം. വെരി യൂസ്ഫുൾ പ്രൊഡക്റ്റ്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ലാസ്റ്റ് ഒരു വീഡിയോയും കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം എങ്ങനെയാണുള്ളതെന്ന്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. ഓക്കെ. അത് പറയുമ്പോൾ എനിക്ക് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ ബാഗൊക്കെ കൂടെ വെക്കാനൊരു സ്ഥലമില്ല എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഞാൻ എല്ലാ ബാഗും കൂടെ ഒരു കവറിൽ കെട്ടിയിട്ട് എൻ്റെ ഒരു തട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണെങ്കിൽ എനിക്ക് അത്യാവശ്യത്തിന് ബാഗുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോൾ നമുക്ക് ആ പറ്റിയ ബാഗ് കിട്ടൂലേ, ഏതെങ്കിലുമൊക്കെ ബാഗ് എടുത്തിട്ട് പോകുന്നിട്ട് ഞാൻ മറന്നു പോകും ഏതൊക്കെ ബാഗാണ് ഉണ്ടായിരുന്നത് എനിക്കിന്ന്. അങ്ങനെ വെച്ചോണ്ടേ ഇപ്പം നല്ല സുഖം. ഏത് ബാഗ് വേണം നോക്കി എടുത്തിട്ട് പോവാം. വെരി നൈസ്. പിന്നെ എൻ്റെ തൊപ്പി ഞാൻ മറ്റേ കർട്ടൻ തൂക്കിയിട്ടിട്ടില്ല, അതിൻ്റെ മേലെ വെച്ചിരുന്നു. ഇപ്പം എൻ്റെ തൊപ്പിക്ക് ആശ്വാസമായി. എന്ത് ഭംഗിയില്ല നിൽക്കണേ. അങ്ങനെ ദിസ് ഇസ് വെരി യൂസ്ഫുൾ, വർത്ത് ഫോർ 200. പിന്നെ നല്ല ബലമുണ്ട് കേട്ടോ, ഫുള്ള് ഇരുമ്പിൻ്റെ മെറ്റീരിയൽസാണ്. പിന്നെ സ്ക്രൂ ഒക്കെ മുറുക്കാൻ നിങ്ങളിപ്പോൾ വീട്ടിലല്ല ഹോസ്റ്റലിലാണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊന്നും ആലോചിക്കേണ്ട. ഹോസ്റ്റലിലോ ഫ്ലാറ്റിലോ ഒക്കെ ആണെങ്കിൽ സാധാരണ നമ്മുടെ കയ്യിൽ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ ഈ സ്ക്രൂ ഡ്രൈവേഴ്സും ഒന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ അനുസരിച്ച് തന്നെ അവർ എല്ലാം തന്നിട്ടുണ്ട്. സ്ക്രൂ ഒക്കെ മുറുക്കാനൊരു സാധനം, പിന്നെ വേറൊരു സാധനമുണ്ട് മുറുക്കാൻ 2 എണ്ണം. അത് രണ്ടും യൂസ് ചെയ്യുകയും വേണം, എന്നാലും ഉള്ളത് നമുക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ വെരി നൈസ്. നിങ്ങൾക്ക് കാണാം ഞാൻ ചെയ്യണേ. കണ്ടില്ലേ ഒരു സാധനം വെച്ച് ഇങ്ങനെ തിരിക്കണേ, അത് ഇവർ തന്നതാണ്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ താഴെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ ഇതുണ്ട്, വീൽസ് ഉണ്ട്. വീൽസ് ഉപയോഗിച്ച് നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാം. ഇപ്പം മൂവ് ചെയ്യിക്കണം എന്നില്ല ക്ലീൻ ചെയ്യാൻ, അല്ലാണ്ട് തന്നെ നമുക്ക് അടിച്ചു വാരിയും ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അത്യാവശ്യം സ്പേസ് ഉണ്ട് താഴെ. പിന്നെ നമുക്ക് വീൽസ് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും, വേണമെങ്കിൽ അൺലോക്ക് ചെയ്താൽ മതി. അങ്ങനെ വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഒരു ഓർഗനൈസറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം.
ഒക്കെ കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ഇടവിട്ടാണ് നിൽക്കണത്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഹാങ്ങേഴ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് വരുമ്പോൾ എൻ്റെ തംബ്നെയിൽ മാറ്റാം. കണ്ടോ, ഇവിടെ കുറേ സ്പേസ് ഉണ്ട് ബാഗ് വെക്കാൻ, കണ്ടില്ലേ? ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 തട്ട് ഒഴിച്ചിട്ടാണ് ഞാനിത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ 2 എണ്ണം ഉണ്ടായിരുന്നേ. ആ 2 എണ്ണത്തിലെ മൊത്തം സാധനം ഞാനിതാ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ദിസ് ഈസ് വെരി നൈസ്. എനിക്ക് ഈ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിക്കാം. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇപ്പോൾ തംബ്നെയിലിലെ ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടല്ലേ തോന്നുന്നത്, പക്ഷേ ഇത് അത്ര ചെറുതല്ല.